Hello everyone. 10th standard chemistry first unit ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് periodic table and electronic configuration. Periodic table എന്താണെന്ന് നമ്മൾ കണ്ടു. എങ്ങനെയാണ് എലമെന്റ്സിനെ അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് periodic table. എന്ത് പ്രോപ്പർട്ടിയുടെ ബേസിലാണ് periodic ടേബിളിലെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? periodic ടേബിളിലെ എലമെന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് നേച്ചറിലാണ്. നമുക്ക് ആറ്റോമിക് നമ്പർ ഇൻക്രീസിങ് ഓർഡറിലാണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് വരുന്ന ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1, ഹീലിയം അറ്റോമിക് നമ്പർ 2, രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് സ്ഥലത്താണ്. ദെൻ 3, 4, 5, 6, 7, 8 ദർ ഇസ് എ സ്പെസിഫിക് ഓർഡർ. എന്തിൻ്റെ ബേസിസിലായിരിക്കും ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് വന്നിട്ടുണ്ടാകുക? ഈ ചാപ്റ്ററിലൂടെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് എലമെൻറ്റ്സിനെ ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നോക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. കുട്ടിയുടെ ഒരു ക്യൂരിയോസിറ്റിയാണ്, ഇസ് ദർ ആൻ ആറ്റം മോഡൽ അതർ ദാൻ ബോസ്? ആർ ദർ ഷെൽസ് ഇൻസൈഡ് ഷെൽസ്? ദ സീക്രറ്റ്സ് ഇൻസൈഡ് ആൻ ആറ്റം ആർ അൺഎൻഡിങ്. അപ്പോൾ നമ്മൾ പഠിച്ച ഡീറ്റെയിൽസ് മാത്രമല്ല, ആറ്റം മോഡൽ മാത്രം, ബോർസ് ആറ്റം മോഡൽ മാത്രമാണ്. ബോർസ് ആറ്റം മോഡലിൻ്റെ ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞു. എന്താണ്? ഹയർ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൽ ബോർ ആറ്റം മോഡൽ ഫെയിലിയർ ആണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് തന്നെ നമ്മളോട് ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ പീരിയോഡിക് ടേബിൾ? എന്തിൻ്റെ ബേസിലാണ് നമ്മൾ പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ബേസിക് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് അറ്റോമിക് സ്ട്രക്ചർ. അറ്റോമിക് സ്ട്രക്ചറിൻ്റെ ബേസിസിൽ എപ്രകാരം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു നോക്കാം. ഇഫ് യു നോ ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെൻറ്റ് യു ക്യാൻ ഡിറ്റർമൈൻ ഇറ്റ്സ് പൊസിഷൻ ആൻഡ് നേച്ചർ ഫ്രം ദ പീരിയോഡിക് ടേബിൾ. എങ്ങനെയാവും? എക്സാമ്പിൾ, atomic number of sodium is 11. Electronic configuration is 281. എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കുക? ലെറ്റ്സ് ചെക്ക്. എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നമുക്ക് നോക്കാം. എന്താണ്? ഫസ്റ്റ് ഷെൽ, ദെൻ സെക്കൻഡ് ഷെൽ ആൻഡ് തേർഡ് ഷെൽ. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ദർ ആർ 11 ഇലക്ട്രോൺസ്. 11 ഇലക്ട്രോൺസിനെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? ഓക്കെ, 11 ഇലക്ട്രോൺസിനെ എപ്രകാരം മാർക്ക് ചെയ്യും? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആൻഡ് 11. അപ്പോൾ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ്? 1 ഇലക്ട്രോൺ. ഇത് തൊട്ട് മുമ്പിലത്തെ ഉള്ളിലത്തെ ഷെല്ലിലോ? ഇതാ 8 ഇലക്ട്രോൺസ്. ഇന്നർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്. വി നോ ദാറ്റ് ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ നമ്പർ നമുക്കറിയാം. അതെങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ഇറ്റ്സ് യൂസിങ് ദ ഫോർമുല 2n സ്ക്വയർ. റൈറ്റ്? എന്തായിരുന്നു ഫോർമുല? 2n സ്ക്വയർ. 2n സ്ക്വയർ ആയിരുന്നു ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഇന്നർ മോസ്റ്റ് ഷെല്ലിൽ 2, 8, 18, 32 ആ ഓർഡറിലാണ് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുക. സോ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്താണ്? ഗ്രൂപ്പ് നമ്പർ വിൽ ബി ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ നമ്പറാണ് ഗ്രൂപ്പ് നമ്പർ, അല്ലേ? സോ ഗ്രൂപ്പ് നമ്പർ ഈസ് 1. ദെൻ വാട്ട് ഈസ് ദ പീരിയഡ് നമ്പർ? പീരിയഡ് നമ്പർ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഷെൽസ്. ഇവിടെ എത്ര ഷെല്ലുകളുണ്ട്? 3 ഷെൽസ്. സോ ദ പീരിയഡ് നമ്പർ വിൽ ബി 3. സോ ഈ ആറ്റത്തിൻ്റെ പൊസിഷൻ എന്താണ്? തേർഡ് പീരിയഡിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. പീരിയോഡിക് ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്? തേർഡ് പീരിയഡിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്, അതായത് അറ്റോമിക് നമ്പർ 11 സോഡിയം. അപ്പോൾ ഇതേ പ്രോപ്പർട്ടി, ഇതേ നേച്ചർ തന്നെയായിരിക്കും ഇതിന് താഴെയുള്ള എലമെൻറ്റ്സിനുണ്ടാകുക. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. എങ്ങനെയാണ്? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് കാണുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. സോ അതിൻ്റെ എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ല് നോക്കുക. ലിഥിയത്തിന് 2 ഷെല്ലാണുള്ളത്, 3 ഇലക്ട്രോൺസ്. സോ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ദെൻ സോഡിയം 3 ഷെല്ലുകളുണ്ട്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. പൊട്ടാസ്യം 4 ഷെല്ലുകളുണ്ട്, 2, 8, 8, 1. അവിടെ എന്താണ്? ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഇപ്പോഴൊരു ഡൗട്ട് തോന്നാം, വൈ? ഈ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8, തേർഡ് ഷെല്ലിൽ 18 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യായിരുന്നു. ബട്ട് അവിടെ എത്ര ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ?
8 ഇലക്ട്രോൺസ്. ലാസ്റ്റ് ഇലക്ട്രോണിനെ വേറൊരു ഷെല്ലിലേക്ക് മാറ്റിയില്ലേ? ഈ ഷെല്ലിനകത്ത് തന്നെ സ്പേസ് ഉണ്ടായിരുന്നു, 18 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, എന്നാലും പുറത്തെ ഷെല്ലിലേക്കാണ് വെച്ചത്. എന്തുകൊണ്ടായിരിക്കും? വാട്ട് ഈസ് ദ ബേസിസ്? ഇസ് ദെയർ എനി ബേസിസ്? അപ്പോൾ ആ കാര്യം നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാം. എങ്ങനെയാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിയത്? നമ്മൾ പഠിച്ച പ്രകാരം 18 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ തേർഡ് ഷെല്ലിൽ സ്പേസ് ഉണ്ട്. ബട്ട് എന്നാലും ഒരു ഇലക്ട്രോണിനെ ഔട്ടർ മോസ്റ്റ് ഷെൽ, അത് വേറൊരു ഷെല്ലിലേക്ക് പ്ലേസ് ചെയ്തു. എന്തുകൊണ്ടായിരിക്കും? സോ ലെറ്റ്സ് ബിഗിൻ. കഴിഞ്ഞ ഇസ് ദ ഗ്രൂപ്പ് 1 എലമെൻറ്റ് എ മെറ്റൽ ഓർ നോൺ മെറ്റൽ? വി നോ ദാറ്റ് പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് സൈഡിലുള്ളവരെന്താണ്? ദേ ആർ മെറ്റൽസ്. ഓക്കെ, പീരിയോഡിക് ടേബിളിലെ ക്ലാസിഫിക്കേഷൻ പ്രകാരമാണ്. ദ ക്ലാസിഫിക്കേഷൻ ഇൻ ദിസ് ടേബിൾ ഈസ് ഡൺ in such a way that we can analyze and predict the properties of elements. In the periodic table, the basis of periodic function of elements is their atomic structure. So എന്താണ് അറ്റോമിക് സ്ട്രക്ചറാണ് പീരിയോഡിക് ടേബിളിലെ എലമെൻസിൻ്റെ ഫങ്ഷൻ. എന്താണ് പീരിയോഡിക് ഫങ്ഷൻ എന്ന് വെച്ചാൽ? പീരിയോഡിക് ഫങ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡെഫിനറ്റ് ഇൻ്റർവെലിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പീരിയോഡിക് ഫങ്ഷൻ. എക്സാമ്പിൾ നമ്മുടെ സീസൺസ് നോക്കുക. ജൂൺ, എല്ലാ വർഷവും ജൂൺ ആകുമ്പോഴത്തേക്കും മഴ വരുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേക്കും റെയിനി സീസൺ കഴിഞ്ഞു. ദെൻ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും നല്ല വേനൽക്കാലമായി. അപ്പോൾ ഇതെന്താണ്? പീരിയോഡിക്കായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ടൈം ഇൻ്റർവെലിന് ശേഷം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടുത്തെ പീരിയോഡിക് ഫംഗ്ഷൻ, പീരിയോഡിക് ടേബിളിലെ പീരിയോഡിക് ഫംഗ്ഷൻ എന്താണ്? അറ്റോമിക് സ്ട്രക്ചറാണ്. You have learned about various atomic models. According to Bohr's model, in an atom, electrons are arranged in various shells around the nucleus and they are filled in the increasing order of energy. And this is known as electronic configuration. അപ്പോൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമ്മൾ കണ്ടു എന്താണ്? ആസ് ദ ഡിസ്റ്റൻസ് ഫ്രോം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. സെൻറ്ററിലാണ് ന്യൂക്ലിയസ് ഉള്ളത്. ആ ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. As the distance from the nucleus increases, the energy of electrons in the shell increase and their attractive force between nucleus and electrons decreases. ഡിസ്റ്റൻസിലാവുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും, അടുത്തുള്ള ഇലക്ട്രോൺസിന് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും അനുഭവപ്പെടുക. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് വരുംതോറും ഇലക്ട്രോൺസിൻ്റെ എനർജി കൂടുതലായിരിക്കും. The electronic configuration of lithium is 2,1. Like this, write the electronic configuration of sodium and argon and complete the table 1.1. Sodium atomic number is 11. So what will be the electronic configuration? Okay, let's draw the electronic configuration of sodium. There you go. There will be 2 electrons in the innermost shell and second shell will contain 8 electrons and the outermost shell contains 1 electron. The electronic configuration is 2, 8, 1. Next, the electronic configuration of argon. What is the electronic configuration of argon? Atomic number is 18. So the electronic configuration is given by innermost shell എത്രയാണ്? 2 electron. Next shell 8 electrons. And outer shell എത്ര electron ആണ്? There will be 8 electrons in the outermost shell. That electronic configuration 2, 8, 8. Okay. How many electrons are present in the M shell, the outermost shell of argon? Outermost shell എത്ര electrons ഉണ്ട്? There will be 8 electrons. What is the maximum number of electrons that can be accommodated in the M shell? Outermost shell എത്ര electrons ആണ്? M ലാണ്. So 2n square യൂസ് ചെയ്താൽ എത്ര electrons ആണ്? 18. Then potassium. The element next to argon has 1 electron more than that of argon. The electronic configuration of potassium is 2, 8, 8, 1. Why does the last electron of potassium go to the 4th shell instead of occupying the 3rd shell, even though the 3rd shell has the capacity to accommodate more than 10 electrons?
തേർഡ് ഷെല്ലിൽ നമുക്കറിയാം 18 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് 8നെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളൂ. 2 8 8 1 ആണ്. അത് തേർഡ് ഷെല്ലിൽ 8 ആണ്. എന്തുകൊണ്ടായിരിക്കും അവിടെ 9th ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാണ്ട് ഈ ഇലക്ട്രോണിനെ എന്താണ് അടുത്ത ഷെല്ലിലേക്ക് 4th ഷെല്ലിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള കാരണം? You have seen the anxiety expressed by the child given in the introductory picture. Have you also learned that studies related to the atomic structure are progressing continuously? Bohr model is a simple explanation of atomic structure. Studies revealed to the nature and position of electrons in an atom revealed the limitation of Bohr model and new assumptions were postulated. അപ്പോൾ ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് നമുക്ക് മനസ്സിലായി. ഹയർ അറ്റോമിക് നമ്പറിലേക്ക് പോകുമ്പോൾ ബോർ അറ്റോമിക് മോഡൽ എന്താണ് ഫെയിലിയറാണ്. ഇലക്ട്രോൺസ് അങ്ങനെ വെൽ ഡിഫൈൻഡ് ഓർബിറ്റൽസിലൊന്നും അല്ല റിവോൾവ് ചെയ്യുന്നതെന്ന് ബോർ മോഡലിൻ്റെ ഫെയിലിയറാണ്. അക്കോർഡിംഗ്ലി ഇലക്ട്രോൺസ് ഇൻ ഈച്ച് energy levels are arranged in its sub-energy levels. Each sub-energy level in shell is called a subshell. Then they are named as S, P, D, F respectively. എന്താണ് ഓരോ ഷെല്ലുകൾക്കുള്ളിലും അല്ലെങ്കിൽ ഓർബിറ്റുകൾക്കുള്ളിലും സബ് എനർജി ലെവലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആ സബ് എനർജി ലെവലുകളെ സബ്ഷെൽ എന്ന് വിളിക്കുന്നു. സബ്ഷെല്ലുകളായിട്ട് 4 സബ്ഷെൽസ് ആണുള്ളത്. എസ്, പി, ഡി, എഫ്. ഈച്ച് മെയിൻ എനർജി ലെവൽ എക്സെപ്റ്റ് കെ ഹാസ് മോർ ദാൻ 1 സബ്ഷെൽ. എന്താണ് കെ എന്ന് പറയുന്ന എനർജി ലെവൽ? കെ ഷെൽ ഒഴികെ ബാക്കി എല്ലാവർക്കും ഒന്നിലധികം സബ് ഷെല്ലുകളുണ്ട്. അപ്പോൾ കെയ്ക്ക് എത്ര ഷെല്ലുകളുണ്ടാവും? 1 സബ്ഷെൽ. ദ നമ്പർ ഓഫ് സബ്ഷെൽസ് ഇൻ ഈച്ച് എനർജി ലെവൽ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഷെൽ നമ്പർ. അപ്പോൾ എത്രയാണ് ഷെൽ നമ്പർ അതിൻ്റെ അത്രയും സബ് ഷെല്ലുകൾ ഉണ്ടാവും. കെയുടെ ഷെൽ നമ്പർ 1 ആണ്. സോ സബ് ഷെല്ലുകൾ ഒരു സബ് ഷെല്ല് ഉണ്ടാവുള്ളൂ. എല്ലിൻ്റെ ഷെൽ നമ്പർ 2 ആണ്. സോ ദർ വിൽ ബി 2 സബ്ഷെൽസ്. എമ്മിൻ്റെ ഷെൽ നമ്പർ 3 ആണ്. 3 സബ്ഷെൽസ് ഉണ്ടാകാം. എന്നിൻ്റേത് 4 ആണ്. 4 സബ്ഷെൽസും ഉണ്ടാകാം. അപ്പോൾ എങ്ങനെയാണ് ഷെൽ സബ്ഷെല്ലുകളെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഷെല്ലുകളും സബ്ഷെല്ലിനെ പറ്റിയാണ് പഠിക്കുന്നത്. എന്താണ് ഷെൽസ്? ഷെൽസ് a well-defined circular path in which electrons revolve around nucleus. ഒരു ഷെല്ല് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ഫിക്സഡ് പാത്തുകളെയാണ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഓർബിറ്റ്സ് എന്ന് പറയുന്നു. നമ്മൾ 4 ഷെല്ലുകൾ പഠിച്ചിട്ടുണ്ട്. കെ, എൽ, എം, എൻ. കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ്, എം ഷെല്ലിൽ മാക്സിമം 18 ആൻഡ് എൻ ഷെല്ലിൽ മാക്സിമം 32 ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടിയത് 2n² യൂസ് ചെയ്തിട്ടാണ്. ഓരോ ഷെല്ലുകളിലും സബ് ഷെല്ലുകളുണ്ട്. എങ്ങനെയാണ്? ഒരു ബോക്സിനകത്ത് കമ്പാർട്ട്മെൻറ്റ്സ് പോലെ തന്നെയാണ് ഓരോ ഷെല്ലിനകത്തുള്ള സബ് ഷെല്ലുകൾ അല്ലെങ്കിൽ സബ് എനർജി ലെവൽസ്. എങ്ങനെയാണ്? കെ ഷെല്ല് എന്ന് പറയുന്ന കെ എന്ന് പറയുന്ന ബോക്സിനകത്ത് ഒരു സബ് ഷെല്ലുണ്ട്, അതായത് 1 കണ്ടെയ്നർ ഉണ്ട്. ഓ വി ക്യാൻ സേ എൽ എന്ന് പറയുന്ന ബോക്സിനകത്ത് 2 കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇതിൽ ഒരു കണ്ടെയ്നർക്ക് എന്താണ് കെ ഷെല്ലിലെ കണ്ടെയ്നറിൻ്റെ അതേ വലിപ്പമുള്ള മറ്റൊരു കണ്ടെയ്നറാണുള്ളത്. വേറൊരു കണ്ടെയ്നർ കുറച്ച് വലിയൊരു ബോക്സും. ഇപ്പോൾ 2 അറകളുണ്ട്, ഒന്ന് ചെറുതും ഒന്ന് വലുതും. എം ഷെല്ലിലേക്ക് വരുമ്പോഴോ കെയിലും എല്ലിലുമുള്ള അതേ കണ്ടെയ്നർ, അതേ സ്മോൾ കണ്ടെയ്നർ ഇവിടെയുണ്ട്. എന്നാൽ എല്ലിലുള്ള കണ്ടെയ്നർ എമ്മിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എന്നാൽ അടുത്ത കണ്ടെയ്നറോ കുറച്ചും കൂടെ വലുതാണ്. സോ അതിനുള്ളിൽ വയ്ക്കാവുന്ന സാധനങ്ങളുടെ അളവും കൂടുതലായിരിക്കും. ഇവിടെ എന്താണ് വയ്ക്കുന്നത്? ഇലക്ട്രോൺസ് ആണ്. നെക്സ്റ്റ് ഷെൽ എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നിൽ നമ്മൾ കാണുന്നത് എം ഷെല്ലിലുള്ള 3 ചെറിയ കണ്ടെയ്നേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. പോരാത്തതിന് ഒരു വലിയ കണ്ടെയ്നറുണ്ട്. നമ്മൾ പഠിച്ചു ഓരോ ഷെല്ലുകളിലും വയ്ക്കാവുന്ന മാക്സിമം ഇലക്ട്രോൺസ് നമുക്കറിയാം കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ കെ ഷെല്ലിനകത്തുള്ള സബ് ഷെല്ല്, അതായത് ഈ കണ്ടെയ്നറിൽ എത്ര ഇലക്ട്രോൺസ് വയ്ക്കാൻ പറ്റും? ഈ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് വയ്ക്കാൻ പറ്റും? 2 ആയിരിക്കണം അല്ലേ? സോ ആ ഷെല്ലിനെ നമ്മൾ എസ് സബ് ഷെൽ എന്ന് വിളിക്കുന്നു. ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ 2 ഇലക്ട്രോൺസ് ഓർ ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് 2 ഇലക്ട്രോൺസ്. നെക്സ്റ്റ് ഷെല്ലാണ് എൽ ഷെൽ. എൽ ഷെല്ലിനകത്ത് 2 കണ്ടെയ്നർ ഉണ്ട്. അപ്പോൾ ഇത് എസ് സബ് ഷെല്ലാണ്. ഇത് ഏതായിരിക്കും? ഇറ്റ് വിൽ ബി പി സബ് ഷെൽ. പി സബ് ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 6 ഇലക്ട്രോൺസ്. കാരണം 2 ഇലക്ട്രോൺസ് എസ്സിലും ബാക്കിയുള്ള 6 ഇലക്ട്രോൺസ് പി സബ് ഷെൽ. അപ്പോൾ ടോട്ടൽ 8 ഇലക്ട്രോൺസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഷെല്ലാണ് എം ഷെൽ. 18 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യണം.
ഒരു എസ്സും ഉണ്ട്, ഒരു പിയും ഉണ്ട്. നെക്സ്റ്റ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വേണ്ടി വരും? എസ്സിലും പിയിലും കൂടെ കൂട്ടി 8 ഇലക്ട്രോൺസായി. ബാക്കി 18ൽ 8 ഇലക്ട്രോൺസിന് ഈ രണ്ട് കണ്ടെയ്നറിൽ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 10 ഇലക്ട്രോൺസ് ഉണ്ട്. അതായിരിക്കും ഈ സബ്ഷെൽ. ഈ സബ്ഷെല്ലിൻ്റെ പേരെന്തായിരിക്കും? ഡി സബ്ഷെൽ. ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺസ്. സബ്സിക്വൻ്റ്ലി എൻ ഷെൽ 4 കണ്ടെയ്നേഴ്സ് ഉണ്ട്. 3 കണ്ടെയ്നർക്ക് നമുക്കറിയാം എന്തൊക്കെയാണ്, എത്രയൊക്കെയാണ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എസ് സബ്ഷെല്ലിൽ 2, പിയിൽ 6, ഡിയിൽ 10. അപ്പോൾ ഇതെന്തായിരിക്കും? എഫ് സബ്ഷെല്ലാണ്. എത്ര ഇലക്ട്രോൺസ് ആണ്? 14 ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിൻ്റെ ഓർഡർ നോക്കിയാൽ ഒരു സബ്ഷെല്ലിൽ നിന്ന് മറ്റൊരു സബ്ഷെല്ലിലേക്ക് 4 ഇലക്ട്രോൺസിൻ്റെ ഡിഫറൻസ് ആണ്. എസ്സിൽ 2, പിയിൽ 6, അതായത് ഡിഫറൻസ് 4 ആണ്. പിയിൽ 6, ഡിയിൽ 10, 4 ആണ് ഡിഫറൻസ്. എഫ് സബ്ഷെല്ലിൽ 14, ഡി സബ്ഷെല്ലിനേക്കാളും 4 ഇലക്ട്രോൺസ് കൂടുതൽ. അപ്പോൾ ഏതൊക്കെയാണ് സബ്ഷെല്ലുകൾ? എസ്, പി, ഡി ആൻഡ് എഫ്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് ഈസ് 2 ഇലക്ട്രോൺസ്, പി ഈസ് 6 electrons, D is 10 electrons and F subshell is 14 electrons. The K shell, which is the first shell, has 1 subshell. The next L shell has 2 and so on. What will be the number of subshells in the M shell and N shell? M shell എത്ര ഷെല്ലുകൾ ഉണ്ടാവും? Subshells we saw 3 subshells are there. N shell 4 subshells ഉണ്ടാകും. Then see the subshells present in each shell shown in the table 1.2. Shell number 1 Kയിൽ subshell ഒരെണ്ണമാണ്, S ആണ്. Shell number 2 S, P. Shell number 3 M ആണ്. 3 subshells S, P, D. Fourth shell Nൽ S, P, D and F. Which subshell is common to all shells? എല്ലാ ഷെല്ലുകളിലും കോമൺ ആയിട്ടുള്ള സബ്ഷെൽ ഏതാണ്? നോക്കുകയാണെങ്കിൽ കാണാം എസ് സബ്ഷെല്ല് എല്ലാ സബ്ഷെൽസിലും കോമൺ ആണ്. So the common subshell is yes. How can you identify the shell in which each subshell belongs to? Oh, ഒരു ഡൗട്ട് ഉണ്ടാകും. കെയിൽ എസ് സബ്ഷെൽ ഉണ്ട്, എന്നിലും എസ് സബ്ഷെൽ ഉണ്ട്, രണ്ടിലും ഇലക്ട്രോൺ ഉണ്ട്. ഏത് സബ്ഷെല്ലിലെ ഇലക്ട്രോണിനെയാണ് പറയുന്നത്? ഏത് കമ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രോണാണ്, ഏത് ഷെല്ലിലെ ഇലക്ട്രോണിനാണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സോ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കണം. ഷെൽ നമ്പർ എന്താണ്? സബ്ഷെല്ലുകളുടെ മുമ്പിൽ ആഡ് ചെയ്യുന്നു. എക്സാമ്പിൾ ഫസ്റ്റ് ഷെൽ നമ്പർ 1 കെ ആണ്, കെ ഷെല്ലാണ്. സബ്ഷെൽ എസ് ആണ്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1s ആണ്. ദെൻ സെക്കൻഡ് ഷെൽ എൽ, സബ്ഷെൽ എസ് എങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി 2s. 2 പി. എം ഷെല്ലിലെ എസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവും? ഇറ്റ് വിൽ ബി 3s, 3p ആൻഡ് 3d. 4ലെയോ, അതായത് എൻ ഷെല്ലിലെയോ 4s, 4p, 4d ആൻഡ് 4f. ഇങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷെൽസ്. ഓരോ സബ്ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ നമ്പർ നമ്മൾ കണ്ടു. എത്രയാണ്? എസ്സിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ഫ്രോം ദ ടേബിൾ വിച്ച് ഓൾ സബ്ഷെൽസ് ആർ പ്രസൻറ്റ് ഇൻ ഈച്ച് ഷെൽ? ഓരോ ഷെല്ലിൽ പ്രസൻ്റ് ആയിട്ടുള്ള സബ്ഷെല്ലുകൾ നമ്മൾ കണ്ടു. യു നോ ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. ദെൻ ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് സബ്ഷെൽ? On the basis of your discussion points, complete the table 1.4 given below. So ഒന്ന് കംപ്ലീറ്റ് ചെയ്യൂ. എങ്ങനെയാണ്, എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ കണ്ടിരുന്നു എസ്സിൽ 2 ഇലക്ട്രോൺസ് ആണ്, പിയിൽ 6 ഇലക്ട്രോൺസ് ആണ്, ഡിയിൽ എസ്സിൽ 2 ഇലക്ട്രോൺസ്, പിയിൽ 6 ഇലക്ട്രോൺസ്, ഡിയിൽ 10 ഇലക്ട്രോൺസ് ആൻഡ് എഫിൽ 14 ഇലക്ട്രോൺസ്. അതിന് 1s ആയാലും 2s ആയാലും 3s ആയാലും 2 ഇലക്ട്രോൺസ് ആണ്. 2p ആയാലും 3p ആയാലും 4p ആയാലും 6 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 3d ആയാലും 4d ആയാലും 10 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 4f ആയാലും 5f ആയാലും എന്താണ് 14 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വാല്യൂസ് വെച്ചിട്ട് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദ എസ് സബ്ഷെൽ? 2 ആണ്. among 8 electrons in the second shell, 2 will be in the S subshell. What may be the maximum number of electrons to be filled in P subshell? Find out by completing the table. P subshell എത്ര electrons ആണ്? It will be 6 electrons.
You have seen the maximum number of electrons that can be accommodated in S and P subshells. Fill the columns regarding the third shell and find out the maximum number of electrons that can be accommodated in the D subshell. Likewise, find out by filling the table how 32 electrons in the fourth shell are divided in S, P, D, F subshells. നമ്മൾ കണ്ടു എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 കൊടുത്താൽ 32 electronsനെ accommodate ചെയ്യാൻ പറ്റും. The maximum number of electrons that can be accommodated in each subshell is given in the table 1.5. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. സോ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഷെൽസ് എന്താണെന്ന് പഠിച്ചു, സബ്ഷെൽസ് എന്താണെന്ന് കണ്ടു, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് സബ്ഷെൽസ് കണ്ടു, സബ്ഷെൽസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കണ്ടു, റെപ്രസെൻറ്റേഷൻ ഓഫ് സബ്ഷെൽസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിലൂടെ പഠിച്ചത്.